ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഞ്ചാരയിൽ പൊതിഞ്ഞ പാഷാണം, വിമത വൈദികരുടെ ബ്രഹ്മാസ്ത്രം, ഏകം ഫ്രറ്റേണിറ്റി എന്ന ട്രസ്റ്റ്. പഠിച്ച കള്ളന്മാരായ വിമത വൈദികർ, അവരുടെ ട്രസ്റ്റ് രൂപീകരണം, ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ. നിങ്ങൾ കണ്ടു കാണും. എറണാകുളത്തെ 2 വൈദികരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ട്രസ്റ്റ്. അതിൻ്റെ രേഖകളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട്. 38 പേജുകളുള്ള 39 പേജുകളുള്ള ഒരു ട്രസ്റ്റ് ഡീഡ്. ഏകം ഫ്രറ്റേണിറ്റി ട്രസ്റ്റ്, അതാണ് എൻ്റെ പേര്. ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യം, കൂട്ടായ്മ. ഏകം സാഹോദര്യം, ഏകം കൂട്ടായ്മ, ഏകം ഫ്രറ്റേണിറ്റി എന്നൊക്കെ പറയാം. കത്തോലിക്ക സഭ വിട്ടുപോയാലും വിമത വൈദികർ സുരക്ഷിതരായിരിക്കുമെന്ന ഉറപ്പാണ് ഈ ഏകം ട്രസ്റ്റിലൂടെ വിമതർ ലക്ഷ്യം വയ്ക്കുന്നത്. മാത്രമല്ല, സഭ ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന നടപ്പാക്കാൻ വിമത വൈദികരുടെ തന്ത്രമാണിത്, ബ്രഹ്മാസ്ത്രമാണിത്. 2 അച്ഛന്മാരുടെ പേരിൽ ഒരു ട്രസ്റ്റ് 26/12/2024 രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതായത് ക്രിസ്മസ് നാളിലെ നിൽപ്പ് സമരമുണ്ടല്ലോ, ആ നിൽപ്പ് സമരം കഴിഞ്ഞതിന് പിന്നാലെ വളരെ ഗംഭീരമായൊരു ഡോക്യുമെൻ്റാണത്. ഒരുപക്ഷെ പുതിയ പോർമുഖം ഞങ്ങൾ തുറക്കുന്നു എന്നവർ പറഞ്ഞത് ഇതിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ടാണ്. കത്തോലിക്ക സഭയ്ക്കെതിരെ, മാർപ്പാപ്പയ്ക്കെതിരെ, പൗരത്വ തിരുസംഘത്തിനെതിരെ, മെത്രാൻ സിനഡിനെതിരെ സഭാ നിയമങ്ങൾ നഗ്നമായി ലംഘിച്ചുകൊണ്ടുള്ള ഒരു ട്രസ്റ്റ്. സിവിൽ അധികാരികളുടെ മുമ്പിൽ ഒരു നൈയാമിക സ്ഥാപനമായി വിമതരുടെ ഈ ട്രസ്റ്റ് നിലനിർത്തുക. മെത്രാന്മാർക്ക് എതിരെയും നിയമാനുസൃതമായി നിയമിക്കപ്പെടുന്ന വൈദികർക്കെതിരെയും കേസുകൾ കൊടുത്ത് അവർ കേസുകളിൽ കുടുക്കി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കുക. അതും വിമതരുടെ അജണ്ടയാണ്. ഒരു പുതിയ പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്ക് രൂപം കൊടുക്കുകയാണ് ആത്യന്തിക ലക്ഷ്യം. അതിന് ദേശത്തെ നിയമ കമ്മീഷൻ മുന്നോട്ട് വെച്ച ചർച്ച് ആക്ടിലെ ചില വകുപ്പുകളുടെ വെളിച്ചത്തിൽ ഈ ട്രസ്റ്റിന് രൂപം കൊടുത്തിരിക്കുന്നു. ഡിസംബറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ട്രസ്റ്റിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ 2 മാസത്തിനുള്ളിൽ ഇതിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ. അപ്പോൾ ആ സമയം കഴിഞ്ഞിട്ടുണ്ട് വാസ്തവത്തിൽ. അതിന് ഉടനെ തടയിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് സഭാ നേതൃത്വം ഉത്തരം പറയേണ്ടി വരും. തങ്ങളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ വൈദികരെ, തങ്ങളുടെ സ്വത്തുക്കൾ ഈ ട്രസ്റ്റിന് കീഴിലേക്ക് മാറ്റാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന നിലയ്ക്ക് വരാൻ പാടില്ല എന്ന് വൈദികരെ വിലക്കുന്ന ഓർഡർ ഉടനെ ഇറക്കിയില്ലെങ്കിൽ സഭാ നേതൃത്വം വത്തിക്കാന് മുമ്പിലും കണക്ക് കൊടുക്കേണ്ടി വരും. തീർച്ചയായും ഒരു വൈദികന് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാം, അതിന് തടസ്സമൊന്നുമില്ല. രജിസ്റ്റർ ചെയ്യാം, അതിന് തടസ്സമൊന്നുമില്ല. എന്നാൽ രൂപത മെത്രാന്റെ കീഴിലുള്ള ഒരു ഇടവകയുടെയോ സ്ഥാപനത്തിൻ്റെയോ പേരിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മെത്രാന്റെ രേഖാമൂലമുള്ള അനുവാദം വേണം. അത് ഇതിനുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് മെത്രാന്റെ? ട്രസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ലക്ഷ്യമോ മൊത്തത്തിലുള്ള ലക്ഷ്യമോ സഭയുടെ നന്മയ്ക്കും നയങ്ങൾക്കും വിരുദ്ധമാണെങ്കിൽ ഈ ട്രസ്റ്റ് തന്നെ നിയമലംഘനമായി മാറുമെന്ന് കാനോൻ നിയമം CCEO 1448 2ാം ഖണ്ഡത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട്. CCEO പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമം 1448 2ാം വകുപ്പ്, 1448ാം വകുപ്പ് ഖണ്ഡം 2. ഇത് അങ്ങനെയുള്ള ഒരു ട്രസ്റ്റ് ഒരു ട്രസ്റ്റാണോ എന്ന് സഭാധികാരികൾ ഉടനെ പരിശോധിക്കുമെന്നും വേണ്ട നടപടികൾ എടുക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. 1, ഈ ട്രസ്റ്റ് ഡീലിൽ ക്ലോസ് നമ്പർ 4, 5ാമത്തെ പേജിൽ ക്ലോസ് നമ്പർ 4, ജനാഭിമുഖ കുർബാന ചൊല്ലുന്ന പതിവിലും ദൈവശാസ്ത്രത്തിലും സഭയെ നവീകരിക്കുക. ജനാഭിമുഖ കുർബാന ചൊല്ലുന്ന പതിവ്, ദൈവശാസ്ത്രം
അതിൽ സഭ നവീകരിക്കുക. ഇത് സീറോ മലബാർ സഭയുടെ മെത്രാൻ സെനഡിൻ്റെ തീരുമാനത്തിനും സഭാ നിയമങ്ങൾക്കും എതിരാണ്. മാർപ്പാപ്പയുടെ തീരുമാനത്തിന് എതിരാണ്. പൗരത്വ തിരുസംഘത്തിൻ്റെ തീരുമാനത്തിന് എതിരാണ്. അതിനാൽ ഇത് കത്തോലിക്ക സഭയ്ക്കെതിരെ, മാർപ്പാപ്പയ്ക്കെതിരെ, പൗരത്വ തിരുസംഘത്തിനെതിരെ, മെത്രാൻ സെനഡിനെതിരെയുള്ള നഗ്നമായ ലംഘനവും നിയമലംഘനവും അതിൻ്റെ രജിസ്ട്രേഷനുമാണ്. തീർച്ചയായിട്ടും നിയമപരമായ നൂലാമാലകൾക്കൊക്കെ ഇത് വലിച്ചിഴക്കപ്പെടാം. പക്ഷേ സഭാ നേതൃത്വം ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇതിന് പ്രത്യാഘാതങ്ങൾ വളരെയധികം കുറയ്ക്കാൻ കഴിയും. അതല്ല ഇപ്പോഴത്തെ ഈ മെല്ലെപ്പോക്ക് നയമാണെങ്കിൽ കാര്യങ്ങൾ വഷളാകും. പിന്നെ സഭാഭരണത്തിൽ അൽമാരുടെ സജീവ പങ്കാളിത്തം എന്നൊരു ക്ലോസ് ഉണ്ട്. സഭാഭരണത്തിൽ അൽമാരുടെ സജീവ പങ്കാളിത്തം, ഇതേക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വളരെ വിശദമായൊരു വീഡിയോ പറഞ്ഞിരുന്നു. കണ്ണൂരുകാരനും തൃശ്ശൂർക്കാരനും അൽമായം മുന്നേറ്റക്കാരുമായ 3 പേരും കൂടി ചേർന്ന് അടച്ചിട്ട മുറിയിൽ 2.5 മണിക്കൂർ ചർച്ച ചെയ്തു. കണ്ണൂരുകാരനും തൃശ്ശൂരുകാരനും ഉണ്ടായിരുന്നു. പിന്നെ അൽമായം മുന്നേറ്റക്കാരിൽ 3 പേരും അവരുടെ നേതാക്കന്മാർ അടച്ചിട്ട മുറിയിൽ 2.5 മണിക്കൂർ ചർച്ച ചെയ്തത് ഈ പുതിയൊരു തരം കാനൻ ലോ. അപ്പോൾ അന്ന് അവർ അടച്ചിട്ട മുറിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ട്രസ്റ്റിനകത്ത് അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ണൂരുകാരനും തൃശ്ശൂർക്കാരനൊക്കെ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ക്ലോസ് 10 അവരുടെ ഡീഡ്, ട്രസ്റ്റ് ഡീഡിൻ്റെ ക്ലോസ് 10, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥാപനങ്ങളെ ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുക, അതാണ് ലക്ഷ്യം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥാപനങ്ങളെ, അതിൻ്റെ വസ്തുവകകളെ ഈ ട്രസ്റ്റിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുക. എത്ര ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഇത് ഉണ്ടാക്കിയെന്ന് സഭാധികാരികൾ ഈ വൈകിയ വേളയിലെങ്കിലും ചിന്തിക്കുന്നതും തീരുമാനമെടുക്കുന്നതും നന്നായിരിക്കും. ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് എല്ലാം നശിപ്പിക്കുന്ന ആളുകളെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം ഏൽപ്പിച്ചത് ശരിയോ എന്ന് മെത്രാൻ സെനഡ് ആഴത്തിൽ ചിന്തിക്കേണ്ടി വരും. അവർ പെട്ടെന്ന് മാറ്റാനുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ മാർഗങ്ങൾ അന്വേഷിക്കേണ്ടി വരും. 3 ക്ലോസ് 16, ഈ ട്രസ്റ്റ് ഡീഡിൽ ക്ലോസ് 16, വൈദികർക്കെതിരെ നടപടിയെടുക്കുന്ന സഭാധികാരികൾക്കെതിരെ, മെത്രാന്മാർക്കെതിരെ കേസ് നടത്തുക, അതാണ് ട്രസ്റ്റിൻ്റെ മറ്റൊരു ലക്ഷ്യം. വൈദികർക്കെതിരെ നടപടിയെടുക്കുന്ന സഭാധികാരികൾക്കെതിരെ, മെത്രാന്മാർക്കെതിരെ കേസ് നടത്തുക, അതാണ് ഈ ട്രസ്റ്റിൻ്റെ ലക്ഷ്യം. ഇങ്ങനൊരു ഭീഷണി ഉയർത്തിയാണ് അവർ മിക്കവാറും എല്ലാ മെത്രാന്മാരെയും തങ്ങളുടെ വരുതിക്ക് നിർത്താനായിട്ട് നോക്കുന്നത്. അങ്ങനെ വരുതിക്ക് വരാത്തവരെ മെത്രാന്മാരെ നിയമിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ക്ലോസ് 4ഉം 25 2 സ്ഥലത്തും എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സമാന്തര സഭയുണ്ടാക്കുക. ലിറ്റർജിക്കൽ വേരിയൻ്റ് എന്നൊക്കെ അവർ പറഞ്ഞ് നടന്നില്ലേ, അത് തന്നെ. അത് മാർപ്പാപ്പയുടെ കീഴിലാകാൻ സാധ്യതയില്ലെന്ന് മാത്രം. മാർപ്പാപ്പയുടെ കീഴിൽ നടക്കില്ല, കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഒരു സമാന്തര സഭയുണ്ടാക്കുക. ആ സമാന്തര സഭയുണ്ടാക്കുമ്പോൾ പള്ളികളുടെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റുക, അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അല്ലാതെ ജനങ്ങളുടെ നന്മയും വിശ്വാസികളുടെ നന്മയും ആത്മാക്കളുടെ രക്ഷയൊന്നും അത് വിമത വൈദികർക്ക് പണ്ടുമില്ല, ഇപ്പോഴുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ മെത്രാന്മാർ ഉടനെ ചെയ്യേണ്ടത് ഇടവകകളിലെ സ്വത്തുക്കൾ മുഴുവൻ ഈ ട്രസ്റ്റിന് കീഴിൽ കൊണ്ടുവരാനുള്ള ലക്ഷ്യമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് തടഞ്ഞുകൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിക്കുക. അത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഭാധികാരികൾ ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരും അടച്ചിട്ട മുറിയിലൊക്കെ ചർച്ച ചെയ്തിട്ട് അവരും ഈ ട്രസ്റ്റിൻ്റെ ഭാഗമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനാൽ മെത്രാൻ സെനഡ്, പെർമനന്റ് സെനഡൊക്കെ വത്തിക്കാനുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ വേണ്ട നടപടികൾ എടുക്കുകയാണ് നല്ലത്. ഇടവകയിലെ സ്വത്തുക്കൾ മുഴുവൻ ഈ ട്രസ്റ്റിന് കീഴിൽ കൊണ്ടുവരാനുള്ള ലക്ഷ്യമാണ് ഇവർക്കുള്ളത്, ഈ ഏകം ഫ്രട്ടേണിറ്റി ട്രസ്റ്റിനുള്ളത്. അതുകൊണ്ട് അത് തടഞ്ഞുകൊണ്ടുള്ള കൽപ്പന ഉടനെ മെത്രാന്മാർ പുറപ്പെടുവിക്കുക. ഇടവകയുടെ സ്വത്തുക്കൾ ഈ ട്രസ്റ്റിന് കീഴിൽ രജിസ്റ്റർ ചെയ്യരുത് എന്ന കൽപ്പന പുറപ്പെടുവിക്കുക. എറണാകുളത്ത് ഇപ്പോൾ സഭാ നേതൃത്വം വിമതർക്ക് അനുകൂലമായതിനാൽ പെട്ടെന്ന് തന്നെ വേറെ വഴികൾ അന്വേഷിക്കുക. നെല്ലിശ്ശേരി അച്ഛൻ നിരീക്ഷിച്ചതുപോലെ വത്തിക്കാന്റെ കണ്ണേറ് കിട്ടാതെ മെത്രാന്മാർ തങ്ങളുടെ കാപ്പയ്ക്കുള്ളിൽ വിമതരെ പൊതിഞ്ഞ് സൂക്ഷിക്കുകയാണ്. മെത്രാന്മാർ ആത്മശോധനയ്ക്ക് തയ്യാറാകണം. സത്യവിശ്വാസികളുടെ വിശ്വാസത്തെ
അടി മുതൽ മുടി വരെ പിടിച്ചു കുലുക്കിക്കൊണ്ട് മെത്രാന്മാർ നിരങ്കുശം നടത്തിയ പ്രീണന ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. ഇത് നെല്ലിശ്ശേരി അച്ഛൻ്റെ വാക്കുകളാണ്. രണ്ടാമതായി മെത്രാന്മാർ ചെയ്യേണ്ടത് സഭയുടെ സ്വത്ത് വകകൾ അന്യായമായി തട്ടിയെടുക്കാനുള്ള ഈ കുൽസിത ശ്രമം CCEO 1449(1-2) പ്രകാരം തടയാം. അത് തടയുക. സഭയുടെ സ്വത്ത് വകകൾ അന്യായമായി തട്ടിയെടുക്കാനുള്ള ഈ കുൽസിത ശ്രമം CCEO 1449(1-2) വകുപ്പ് പ്രകാരം തടയുക. പെട്ടെന്ന് തന്നെ. അൽമായർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇടവകയിലെ സ്വത്ത് വകകൾ മുഴുവൻ സ്വർണവും കാശും ഒക്കെ അടിച്ചു മാറ്റാനുള്ള വിമത വൈദികരുടെ തന്ത്രമാണിത്. 2 വൈദികരുടെ പേരിലുള്ള ഒരു ട്രസ്റ്റിന് കീഴിലാക്കുക. അതാണ് വിമത വൈദികർ ശ്രമിക്കുന്നത്. സെറ്റിലറായിട്ട് ജോയ് കണ്ണമ്പുഴ അച്ഛനും ട്രസ്റ്റി ആയിട്ട് പോൾ ചിറ്റിനപ്പള്ളി അച്ഛനും. പിന്നെ അത് അവരുടെ സ്വകാര്യ സ്വത്തായിട്ട് മാറും. പിന്നെ അവർ വീതം വെച്ചെടുക്കും. നിങ്ങൾക്കുള്ളത് മുഴുവൻ നഷ്ടപ്പെടും. അവരുടെ താളത്തിനൊത്ത് തൊള്ളാനേ പിന്നെ നിങ്ങൾക്ക് കഴിയൂ. മാത്രമല്ല, നിങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകും. മാർപ്പാപ്പയുടെ കീഴിലുള്ള സഭയിലായിരിക്കുകയില്ല നിങ്ങൾ. ഇത് അനുവദിക്കണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എല്ലാം മെത്രാന്മാർ തീരുമാനിക്കട്ടെ എന്ന് വിചാരിക്കുകയല്ല. അതല്ല സുറിയാനി കത്തോലിക്ക സഭയുടെ രീതി. നിങ്ങൾ അൽമായർ തീരുമാനിക്കുക. നിങ്ങളുടെ വികാരി അച്ഛൻ നിങ്ങളുടെ ഈ ഇടവകയുടെ സ്വത്ത് മുഴുവൻ ഈ 2 വൈദികരുടെ പേരിലുള്ള ട്രസ്റ്റിന് കീഴിലാക്കാൻ ശ്രമിച്ചാൽ അത് അനുവദിക്കണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ വികാരിച്ചൻ മാപ്പാപ്പി അനുസരിക്കാതെ, മെത്രാൻ സിനഡിനെ അനുസരിക്കാതെ തോന്നിയ പോലെ തോന്നിയ കാര്യങ്ങൾ ചെയ്യുന്നത് അനുവദിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ഓരോ ഇടവകയിലും നിങ്ങൾ നടപടികളെടുക്കാൻ വൈകുന്നത് ആത്മഹത്യാപരമായിരിക്കും. വിശ്വാസ സംബന്ധമായിട്ട് ആത്മഹത്യാപരമായിരിക്കും. വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, പദ്ധതിയുണ്ട്, ആസൂത്രണമുണ്ട്. വിമതര് സദാസമയം ഉണർന്നിരുന്ന് സഭയ്ക്കെതിരെ നേർക്കുനേർ പോരാട്ടം നടത്തുന്നു. AK-47 തോക്കുമായി വരുന്ന തീവ്രവാദികളെ നേരിടാൻ വെറും ലാത്തിയുമായി പോകുന്ന പോലീസുകാരൻ്റെ അവസ്ഥയാകരുത് എറണാകുളത്തിന് വേണ്ടതെന്ന് മെത്രാന്മാർ തിരിച്ചറിയണം. വിമതരുടെ പൈശാചികമായ പദ്ധതികളും ആസൂത്രണം ഗ്രഹിക്കാൻ മെത്രാന്മാർ തയ്യാറാകണം. നെല്ലിശ്ശേരിച്ചൻ പറഞ്ഞ വാക്കുകൾ ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. വെറും പൊട്ടൻ കളിച്ചുകൊണ്ടിരിക്കരുത്. കുറ്റകരമായ അനാസ്ഥയാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാന്മാരുടെ പക്ഷത്ത് ഉണ്ടാകുന്നത്. ആ നിസ്സംഗത വെടിയണം. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവൻ്റെ മുമ്പിൽ അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്താൽ പോലും നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നണില്ല. ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് പറയാൻ ഇടവരുത്തുന്നതും നിങ്ങൾ തന്നെയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.